എന്താടാ ഇത്? എന്താണ് ഇത്? പുലികളി. എടാ ഇപ്പോഴല്ല പുലി കളിക്കേണ്ടത്. ഇത് SP അദ്ദേഹം വരുമ്പോ മാത്രം കളിക്കേണ്ട സാധനമാണിത്. സമയത്ത് ഞാൻ ചെയ്തോളാം. എന്നിട്ട് ബാറ്റ് എവിടെ? അത് വാലയാണ് കൊണ്ട് വെച്ചേക്കുന്നത്. എടുത്ത് നെഞ്ചത്ത് വേടാ. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ജോലികൾ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെയ്തോളാം. ഭവാനി അമ്മ മെർമേഡ് ഹോട്ടൽ അവതരിപ്പിക്കുന്ന മെർമേഡോ? അല്ല അങ്ങനെയല്ലേ. എടാ ഭവാനി അമ്മ മെമ്മോറിയൽ. എടാ എന്റെ അമ്മുമ്മയല്ലേ ഭവാനി അമ്മ. അമ്മുമ്മയുടെ പേരിലാണ് ഈ മെമ്മോറിയൽ കൾച്ചർ ഈ ക്ലബ്ബ് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞോളാം. പ്രിയമുള്ളവരെ, ഭവാനി അമ്മ നടത്തുന്ന ഓണാഘോഷം ഇന്നിവിടെ ആരംഭിക്കുന്നതാണ്. പൊന്നൻ തിരുവോണത്തോടനുബന്ധിച്ച് നിരവധി കളികളുണ്ട്. ഈ കളികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥലം SP അദ്ദേഹം ശ്രീധരൻ പിള്ള. നീ ഈ ക്ലബിന്റെ മെമ്പർ അല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിളിച്ചത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുമോ നിങ്ങൾ? കഴിഞ്ഞ പ്രാവശ്യം ഈ സെറ്റിയോടെ വെച്ചിട്ട് എനിക്ക് കാശ് തന്നിട്ടില്ല. ഇത്തവണയും കൂടെ ഈ സെറ്റ് വെച്ചിട്ട് കാശ് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എല്ലാം കൂടെ വാരിക്കൊണ്ട് പോ. പിന്നെ വാരിക്കൊണ്ട് പോ. ഇപ്പഴല്ല, ഇതൊക്കെ തീർന്നിട്ട് വാരിക്കൊണ്ട് പോകാനാ പറഞ്ഞു. എന്റെ നെഞ്ചത്തോട്ട് പോയി അവിടെ മല നടക്കി. എന്തിന്? നെഞ്ചത്തോട്ട് വെച്ചുതരാം. അവിടെ എവിടെങ്കിലും കൊണ്ട് വെയ്യടാ. ഇതോടെ വയ്ക്കണം. കൊള്ളാം. ഇതിന്റെ വാടക കൊടുക്കണം. അവസാനം മുങ്ങിക്കളയല്ലേ. ആര് വാടക കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു? നിങ്ങൾ രക്ഷാധികാരി പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അതും എടുപ്പിക്കും. അവസാനം വാടക ചോദിക്കുമ്പോൾ കൈ വെള്ളത്തി കാണിക്കും. ഇതിന്റെ ട്രഷറർ ആരാണ്? ട്രഷറൊക്കെ ഞാൻ തന്നെ ആണല്ലേ. അപ്പൊ ട്രഷർ അല്ലേ എന്റെ കാര്യം? അത് ട്രഷറായ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? എല്ലാ രക്ഷാധികാരിയായ ഇദ്ദേഹത്തിന്റെ കയ്യിൽ വച്ചിരിക്കല്ലേ. അത് ചോദിച്ചു വായിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്ക് ഉണ്ടാവണം. അയ്യോ, ചോദിച്ചാ തരണ്ടേ? തരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അണ്ണൻ കാണിക്കുന്നുണ്ടല്ലോ. അതെ, കാണിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓണാഘോഷം നടത്തിയതിന്റെ കണക്ക് പോയിരണം. ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഇന്നത് പറഞ്ഞിട്ട് മതി ഇത്തവണ ഓണാഘോഷം നടത്തണം. എല്ലാവർക്കും അറിയാമല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് ട്രഷറായ എനിക്ക് പോലും അറിഞ്ഞൂടാ. വരുമാനം എത്ര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വരുമാനം എത്ര ഉണ്ട്? വരവറിയാ, ചെലവറിയില്ല. ചെലവ് അതിനേക്കാൾ കൂടുതലാ. എന്നാ പറയണം. എത്രയാണ് വരുമാനം? 1,80,000. അത്രയും ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ കൂടുതൽ ചെലവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് പിന്നെ താലപ്പൊലി മറ്റു കാര്യങ്ങൾക്കൊക്കെ തുടങ്ങാൻ രൂപ എത്രയായി? 75,000 രൂപയോ? 2,000 രൂപ തീരുന്ന കേസ് 75,000. 2,000 രൂപയ്ക്ക് പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. പക്ഷെ അതിന്റെ പുറകെ താലപ്പൊലിയുടെ പുറകെ ഒരു ആന വന്നായിരുന്നോ? ആനയ്ക്ക് എത്ര കൊടുത്ത്? 25,000 രൂപ കൊടുത്തത്. പിന്നെ കാശ് കിടക്കുമല്ലേ? എടാ, ആന വന്നിട്ട് ഇങ്ങനെ പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ആന പോയതെല്ലാം പിണ്ട വിട്ട്. അപ്പോഴേ കോർപ്പറേഷൻ വിളിച്ച് പറഞ്ഞു, ദാണ്ട റോഡെല്ലാം വൃത്തികേടാക്കി നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴെ തന്നെ ഞാൻ JCB വിളിച്ചോണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് ശരിയാവും. അന്ന് മഴ പെയ്ത് ഈ പിണ്ടെല്ലാം ഒലിച്ചു പണയാൻ നോക്കിക്കൊണ്ടിരിക്കും. JCBക്ക് അറിയാം, വൈപ്പർ വർക്ക് ചെയ്തില്ല. ഇയാൾ എന്തോന്നൊക്കെയാണ് പറയുന്നത്? അതൊക്കെ പോട്ടെ. ഈ സുന്ദരിക്ക് പൊട്ട് തൊടൽ വകുപ്പിൽ 50,000 രൂപ എങ്ങനെയായി? ആ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിയല്ല. കമ്മിറ്റി തീരുമാനിച്ചു. കമ്മിറ്റിക്കാർ നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചാണോ? നിങ്ങൾ തീരുമാനിച്ചു സുന്ദരി വേണോന്ന്. ഞാൻ പറഞ്ഞു സുന്ദരിയുടെ ഒരു പടം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പൊട്ടം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? സുന്ദരിയായ ഒരു യുവതി തന്നെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞോ? അങ്ങനെ ഒരു സുന്ദരി അവിടെ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങളെ ഭാര്യയല്ലേ വന്നത്? അവിടെ സുന്ദരിയാൻ എന്റെ കുറ്റം വന്നു. അപ്പൊ സുന്ദരി അവിടെ കൊണ്ട് നിർത്തിയിട്ട് കണ്ണും കെട്ടി അവിടെ ചെന്ന് പൊട്ട് തൊട്ട് നെറ്റില്ല അവിടെ എവിടെ എങ്ങനെ മാറി തൊട്ടെന്ന് പറഞ്ഞ് വിഷയമായി, പീഡന കേസായി. 50,000 രൂപ നഷ്ടപരിഹാരം കൊടുത്തോ? അണ്ണാ, നിങ്ങളല്ലേണ് അന്ന് പോയി തൊട്ടത്. അപ്പോഴല്ലേ പ്രശ്നമായത്? ഞാനായതുകൊണ്ട് 50,000 രൂപയ്ക്ക് തിന്ന്. നിങ്ങളെ കാണുമായിരുന്നെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയാലും. നിങ്ങൾ ഭർത്താവല്ലേ, ഇങ്ങനെ തൊടാനൊന്നും പറ്റത്തില്ലേ? വീട്ടിൽ വന്ന് നോക്കണം. കാശ് എത്രയാ പോന്നെന്നറിയോ? നിനക്കൊന്നും അറിയത്തോടാ. ഈ കള്ളക്കണക്കം പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. SP അദ്ദേഹം വരുമ്പോ കേട്ടോ. നിങ്ങൾ ഓണാഘോഷമായിട്ട് കിടന്ന മാവേലിക്ക് ഇറങ്ങിയല്ലേ? അതിന്റെ ചെലവ് വല്ല ഒരു വൈക്കോ ഞാനല്ലേ കയ്യിൽ നിന്ന് കൊടുക്കുന്നേ. കണ്ടതല്ല പരിചയം. മഹാഭാരതം സീരിയൽ കാണാറുണ്ടോ? കാണാറുണ്ട്. മഹാഭാരതം സീരിയലിൽ ദുര്യോധന്റെ വേഷം ചെയ്ത് ഒരുപാട് കള്ളത്തരം പറയരുത്. മഹാഭാരതം സീരിയലിലെ ദുര്യോധനൻ ജിം അടിച്ചിട്ട് ഒരു ഹിന്ദിക്കാരനാണ്. ഇത് മലയാളിയല്ലേ? അത് ഹിന്ദി. അതിന്റെ മലയാളം ഡബിങ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് ഇദ്ദേഹം അഭിനയിച്ചേക്കുന്നത്. എന്നാൽ ഈ അണ്ണനെ എവിടെ കണ്ടിട്ടുണ്ട്? അണ്ണ നിങ്ങൾ മറ്റേ പുന്നൂസ് ഹോട്ടലിൽ അവിടെ വരാറുണ്ടോ? പുന്നൂസ് ഹോട്ടലിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം പോകുന്നത്. അതിന്റെ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ടൊക്കെ വരികയും ചെയ്യും. ഓ, അങ്ങനെ പൈസ 500 രൂപ പൈൻറ്റ് വലിയ പറഞ്ഞേക്കുന്നേ. പൈൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണത്തിൽ കൊണ്ട് ഇതൊക്കെ കഴിയട്ടെ, നമുക്ക് അടിക്കാം. ഒരു കാര്യം ചെയ്യും, അവിടെ പോയി റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പൊ പിന്നെ സാറേ ഓക്കെ. നിനക്ക് എത്ര കൊടുക്കണത്? 500. 5,000 രൂപ ഒറ്റ കുറത്തില്ലെന്നാ പറഞ്ഞത്. അണ്ണാ എന്താ ഉടായ്പ കള്ളത്തരം കാണിക്കണം കേട്ടോ. എന്തുടായിപ്പ്? നിനക്കെന്താ പണി? എനിക്ക് സെറ്റ് ഇടത്. എന്നാ പിന്നെ നിന്റെ പണി നടക്കട്ടെ.
ഇതാര് പറഞ്ഞു ഇപ്പൊ തിരുവാതിര കളിക്കാൻ? പാട്ട് വെച്ചല്ലോ. ഇവിടെ ആരാടാ പാട്ട് വെച്ചേ? ഇവിടെ ഇപ്പഴാണോ പാട്ട് വെക്കുന്നേ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയല്ലേ, എനിക്ക് ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ ഈ പൊട്ടൻ ചെക്ക് ചെയ്ത് നോക്കിയതല്ലേ ഇപ്പഴല്ല തിരുവാതിര ചേട്ടനല്ലേ പറഞ്ഞത് പാട്ട് വെക്കുമ്പോ കളിക്കണോന്ന്? അതെ SP അദ്ദേഹം വരുമല്ലോ, അത് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഈ തിരുവാതിര കളിക്കണ്ടേ. അപ്പൊ ഇനിയും കളിക്കണ? പിന്നെ ഇതെന്ത് മാങ്ങാത്തൊലിയാണ് പറയുന്ന ഒന്ന് കേക്ക്. SP അദ്ദേഹം വരുമ്പോ ആദ്യം നിങ്ങൾ താലപ്പൊലിയാണ് വേണ്ടത്. എന്തായാലും ഒരു പ്രാക്ടീസ് ആയില്ലേ, വാടി. അണ്ണാ SP വന്നു കഴിഞ്ഞാൽ പുലികളി ഇറങ്ങണം. അതിന് വേട്ടക്കാരന്റെ ഡ്രസ് വന്നില്ലെന്ന്. എടാ വേട്ടക്കാരന്റെ ഡ്രസ് ഇവിടെ വരുവാടാ, വേട്ട വളി അന്നേരം നിന്റെ കയ്യിലോട്ട് തരാം. വന്നാ മതി. SP വന്നെന്ന് തോന്നുന്നു. SP വന്നോ? തിരുവാതിരക്കാരെല്ലാം വിളി. SP വരും, SP വരും. അതെ ഇവിടെ നിങ്ങൾ നിരന്ന് കേൾക്കണം. SP അദ്ദേഹം വരുമ്പോഴത്തേക്ക് എടുത്തെറിയണം. താലം കൊണ്ടോ? താലം കൊണ്ടല്ല, പിന്നെ ഇതിനകത്തിരിക്കുന്ന പൂക്കൾ ഇങ്ങനെ അങ്ങോട്ട് എറിയണം. അതെ, പക്ഷെ അതിന് ബഹുമാനമൊക്കെ വേണം കേട്ടോ. പൊസിഷൻ പിടിക്കണി. അല്ല സാറേ, ഇപ്പഴല്ല സാറേ, ഈ പാട്ട് ഇതല്ലായിരുന്നു. നല്ല പാട്ടായിരുന്നല്ലോ. അല്ല സാറേ, സാറിന് വേറെ നല്ല പാട്ടുണ്ട്. ഈ പൊട്ടം തെറ്റിച്ചതാണ്. സാറേ ക്ഷമിക്കണം, സാർ ഒന്നുകൂടെ വരണം. ഞാൻ പോയിട്ട് വരാം, ഞാൻ ലോൺ എടുക്കാൻ വന്നത്. അയ്യോ സാറേ, അതുകൊണ്ടല്ല സാറേ. അതെ സാറ് ഒന്നുകൂടെ വരണം. പാട്ട് നിർത്താ സാറേ, പോയിട്ട് വാടാ പൊട്ട. സാറൊന്ന് പോയിട്ട് വാ, അവന് പാട്ട് തെറ്റിപ്പോയാണ്. പ്ലീസ് ഒന്നുകൂടെ. എടി ഒരു സൈഡ് നിന്നാടി. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് സാറേ ചായ. പുലിയല്ല ഞാനാ. എടാ പൊട്ട സാറേ, പുലിയല്ല ഇത് മുരുകൻ. പുലിമുരുകനോ? അല്ല പുലിമുരുകനല്ല, എവിടെ ഇങ്ങനെ ഇട്ടോണ്ട് വന്നപ്പോഴ എടാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതിന് നല്ല ഇതാ നല്ലത്. ഞാൻ എന്റെ മുമ്പിൽ വന്ന എഴുതിന്റെ കടുവ ഞാൻ നമുക്കെന്നാ പിന്നെ ഉദ്ഘാടനം നടത്തിയാലോ? കത്തിക്കണോ അതോ മുറിക്കണോ? കുഴിച്ചിടുന്നതായിരിക്കും നല്ലത്. അതല്ലെന്ന്, നാളെ മുറിക്കണോ അതോ വിളക്ക് കത്തിക്കണോ? സാർ അങ്ങനല്ല ഇവിടെ, അങ്ങനല്ല. അല്ല ഇപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ദാണ്ട ഈ പൈപ്പയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുക, അതിനകത്ത് കേറുന്നത്. അല്ല സാർ അതിനകത്ത് കയറി ഉദ്ഘാടനം ചെയ്യണം. അതാ ആദ്യത്തെ ഗെയിം. ഞാനോ? ഓണാഘോഷത്തോടനുബന്ധിച്ച് സാർക്ക് വന്നേ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്ത് എണ്ണ ഇങ്ങനെ തേച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ കയറി അതെടുക്കണം. അതാണ് ആദ്യത്തെ കളി. ഇതിനകത്ത് സാർ 2 സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്നതായിട്ട് കാണിച്ചാൽ മതി. ഇതിനകത്തോ? ഫോൺ വിളിച്ചപ്പോ താഴെ ഈ വിവരം പറയാനേ. ഇതിലൊക്കെ കയറണമെന്ന് അപ്പൊ കയറാൻ പറ്റും? എനിക്ക് പറ്റത്തില്ല. സാറ് വയസ്സും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് കയറത്തില്ലായിരിക്കുമല്ലേ? ആര് പറഞ്ഞു കയറത്തില്ലെന്ന്? സാറ് പറഞ്ഞില്ല കയറത്തില്ലെന്ന്. ട്രെയിനിങ് സമയത്തെ 40 അടി പൊക്കമുള്ള പൈപ്പ് ഒറ്റ കുതിപ്പിന് കയറി റെക്കോർഡിട്ട സാറാ ഇത്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആണെന്ന് അവരെ ഒന്നും വായിച്ച് കാണത്തില്ലടോ. സാറ് തന്നെ കാണിക്കാൻ പോവാ. ഞാൻ റെക്കോർഡ് ഇടാൻ പോവാ. എന്റെ സാറെ നിറച്ച് എണ്ണ തേച്ചിരിക്കുക. നമുക്ക് DGP കാണാൻ പോകുന്നതാ. യൂണിഫോമിലൊക്കെ ആകും. അത്രേ ഉള്ളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പൊന്നൻ തിരുവോണത്തോടനുബന്ധിച്ച് ഭവാനിയമ്മ നടത്തുന്ന ഓണാഘോഷത്തിൽ മുളയിൽ കയറ്റ മത്സരത്തിന് പകരം പൈപ്പിൽ കയറ്റ മത്സരമാണ് നടത്തുന്നത്. ഇതാ സുഹൃത്തുക്കളെ, നമ്മുടെ SP അദ്ദേഹം പൈപ്പിൽ കയറി നമ്മുടെ ഓണക്കളികൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഒരു നാണക്കേട് വിചാരിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് വെറും സാധാരണക്കാരനായി നമ്മുടെ SP ശ്രീധരൻപിള്ള പൈപ്പിൽ കയറാൻ ശ്രമിക്കുകയാണ്. ഈ ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം SP ശ്രീധരൻപിള്ള നടത്തുകയാണ്. SP ശ്രീധരൻപിള്ള പൈപ്പിലേക്ക് കയറാൻ പോകുന്നു. നെഞ്ചു തള്ളി വലിച്ചു കയറുകയാണ് സുഹൃത്തുക്കളെ. വെറും സാധാരണക്കാരനായ നമ്മുടെ SP അദ്ദേഹം ശ്രീധരൻപിള്ള. നടക്കത്തില്ല. ഇതേതെണ്ണ ഇതിൽ ചോദിച്ചാൽ? ഇത് നല്ലെണ്ണയാണ് സാറേ. ആണോ? ക്യാമ്പിൽ മറ്റേ സൂര്യകാന്തി എണ്ണയായിരുന്നു. അതായിരുന്നെങ്കിൽ അതായത് ഞാൻ പൊരിച്ചേനെ. അപ്പൊ ഈ സംഭവം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ പോട്ടെ. യൂണിഫോം മറ്റേ ഡ്രസ് വേട്ടക്കാരനെ ഇട്ട്. ഓ എനിക്ക് കൊടുത്ത്. വേട്ടക്കാരന് ഡ്രസ് ഇല്ലായിരുന്നല്ലോ, അതിൽ തന്ന്.
അതല്ല എസ് പിയുടെ യൂണിഫോം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അണ്ണാ അവൻ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വീട് വരെ പോലെയാണ് ഇപ്പൊ ഡ്രസ് ഇട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നു പോട്ടെ. അതെ അത് വേറൊരാള് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അവൻ ബാത്റൂം വേറെ പോയി ഇപ്പൊ കൊണ്ടുവരും. എടോ എനിക്ക് DGP കാണാൻ പോകണല്ലോ. പോവാൻ സാറേ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എടുത്തില്ലേ? സാർ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തത്. സാറേ, DGP കുറേ നേരം വിളിക്കുന്നതാണ്. എന്റെ ഫോണിലാണ് വിളിക്കുന്നത്. എന്റെ ഫോണിലെ സാറിന്റെ ഫോണിലെ വിളിക്കണത്. എടോ എനിക്ക് DGP കാണാൻ പോകണം. എനിക്ക് താഴോ എന്റെ നമുക്ക് അങ്ങോട്ട് പോയി അവനെ കണ്ടാലോ? അങ്ങോട്ട് പോയി അവനെ കണ്ടാലോ? അങ്ങോട്ടോ പോവാ. ഈ രക്ഷ സാർ GP കയറി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? കുളിസിയും കാണാമെന്ന് അവനെ പൊക്കി കൊണ്ട് പോവാന്ന് പറഞ്ഞു. കേറി GP. നിന്നെയൊക്കെ ഞാൻ അഴിയല്ലേ. അണ്ണാ അടുത്ത വടംവലി മത്സരമാണ്. വടംവലി മത്സരത്തിന് സമ്മാനം കൊടുക്കുന്ന മാവേലിയാണ്. മാവേലി എവിടെ? മാവേലി വിളി. അനൗൺസ് ചെയ്തു. പ്രിയമുള്ളവരെ, അടുത്തതായി വടംവലി മത്സരമാണ്. വടംവലി മത്സരത്തിൽ സമ്മാനം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാവേലിയാണ്. മാവേലി സെറ്റ് ആയി പോയി. എന്താണോ ഇത്? ഞാൻ ഡ്യൂട്ടിക്ക് കയറി. ഇനി എന്നെ കിട്ടത്തില്ല. അയ്യോ, എനിക്ക് ഇപ്പോഴാണ് അണ്ണനെ മനസ്സിലായത്. അപ്പൊ അവനോടെ ചവിട്ടി താക്കാൻ ചവിട്ടി താക്കാണ്. അണ്ണ പുന്നൂസ് ഹോട്ടലിലെ ഫ്രണ്ടിൽ ബോർഡും പിടിച്ചോണ്ടിരിക്കണം. ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതായിരുന്നു പരിപാടിയല്ല. പ്രിയമുള്ളവരെ, ഓണാഘോഷത്തോടനുബന്ധിച്ച് ഭവാനിയമ്മ നടത്തുന്ന ഓണാഘോഷത്തിൽ വടംവലി മത്സരമാണ് അടുത്ത് ആരംഭിക്കാൻ പോകുന്നത്. ഈ വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇന്നാട്ടിലെ തുടക്കട്ടന്മാരായ വിവാഹിതരായ പുരുഷന്മാരും വിവാഹിതരായ സ്ത്രീകളുമാണ്. ആദ്യമായി വിവാഹിതരായ പുരുഷന്മാരുടെ ഗോതയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി വിവാഹിതകളായ സ്ത്രീകളായ നമ്മുടെ നാടിന്റെ പൊന്നോമനകളായ സ്ത്രീകളെ ഈ വടംവലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാശിയേറിയ മത്സരം കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പിൽ പോകുന്ന സഹോദരിമാർ ഇതാ ഗംഭീരമായി വിജയിച്ചിരിക്കുകയാണ്. ഇവർക്ക് സമ്മാനം നൽകുന്നത് പേര് വെളിപ്പെടുത്താനാവാത്ത ശശി ഒരു പഴം. അല്ല, ഒരു പഴം എടുത്തുണ്ടോ? ഓളടിച്ചല്ലേ, ഒന്നാം സമ്മാനം കിട്ടിയില്ലേ? ഇല വട്ട്. ഇതാ ഒരു കൊല പഴമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കൊല പഴം. നിങ്ങളുടെ ഒരു കൊല പഴം. ഒരു കൊല പഴം. ഇത് ഒരു കൊലപ്പഴമല്ല, ഒരു കൊലയിൽ ഒരു പഴം. അതുകൊണ്ടാ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളെന്ന് പറഞ്ഞത്. ഇനി ഏതവനെങ്കിലും ക്ലബ്ബ്, ഓണം, ഓണാഘോഷം, കമ്മറ്റി, പിരിവെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വന്ന് കേറിയ അതെന്റെ ഒരു കൊല പഴം. എന്റെ ഒരു കൊല പഴം. Bomba de massa.